ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന കാര്യം സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ തായ്ലൻഡ്. ഒരു ഇന്ത്യക്കാരന് എങ്ങനെ തായ്ലൻഡിൽ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ്. തായ്ലൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തായ്ലൻഡ് ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവരുടെ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 70,000-ൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ന് വളരെ പരിതാപകരമായ സാമ്പത്തിക പ്രശ്നത്തിലാണുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇനി എങ്ങോട്ട് കൊണ്ടുപോകും എന്നറിയാൻ പറ്റാതെ ഒരുപാട് ബിസിനസ് ഉടമസ്ഥർ ഇന്ന് വളരെ നിരാശരായി നിൽക്കുന്ന സമയത്ത് ഇനി എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് ഇത്രമാത്രം താഴോട്ട് പോയത്? കാരണം നമുക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ഇല്ല എന്നുള്ളതും, കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുന്നുള്ളതും എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഒരാൾ തുടങ്ങുന്ന ബിസിനസ്സുകളാണ് ഹോട്ടൽ, കോഫി ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, ടെക്സ്റ്റൈൽസ് മുതലായവ. ഈ ബിസിനസ് രംഗം വളരെ തകർച്ചയുടെ പാതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് ലാഭത്തിലാകും എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈലി കോമ്പറ്റേറ്റഡ് മാർക്കറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇവിടെ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഗ്യ പരീക്ഷണത്തിലാണ് ഇന്ന് പല ബിസിനസ്സുകളും ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ നാട്ടിൽ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിങ്ങൾ നിൽക്കുന്നോ, അതോ ബിസിനസ് പൊട്ടൻഷ്യലുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കസ്റ്റമർ ഉണ്ടായിരിക്കണം. മാത്രമല്ല, കസ്റ്റമേഴ്സിന് നല്ല പർച്ചേസ് കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. തായ്ലൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 ദിവസത്തിനോ 5 ദിവസത്തിനോ അല്ലെങ്കിൽ 10 ദിവസത്തിനോ ആഘോഷിക്കാൻ വരുന്ന 70,000 പുതിയ കസ്റ്റമേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് തായ്ലൻഡ്. വളരെ ആകാംക്ഷയോടുകൂടി പർച്ചേസ് ചെയ്യുകയും അത് ചിലവാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം. ഒരു ദിവസം 70,000 ആളുകൾ ഒരു സിറ്റിയിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ ക്രൗഡ് എന്താണെന്നുള്ളത്. ആ ക്രൗഡിൽ ചിലവാക്കാൻ വേണ്ടി മാത്രം വരുന്ന 70,000 പേരുകൾ. ഒരു വലിയ പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ് ബാങ്കോക്ക്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാങ്കോക്ക്. ഒട്ടുമിക്ക ആളുകളും ബാങ്കോക്കിൽ നിന്ന് പർച്ചേസിന് വേണ്ടി വരുന്നതെന്ന് ഉണ്ട്. ദുബായെ പോലെ തന്നെ ബാങ്കോക്കിൻ്റെ സ്ട്രീറ്റുകളിൽ എന്നും ഉത്സാഹമാണ്, രാത്രിയോ പകലോ ഇല്ലാതെ. ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ നിങ്ങളെ ബിസിനസ് ചെയ്യാൻ ക്ഷണിക്കുന്നത്. ഇവിടെ ബിസിനസ് ചെയ്യാതെ എന്തുകൊണ്ട് നിങ്ങൾ തായ്ലൻഡിലേക്ക് പോകണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ബാങ്കോക്കിലേക്ക് പോകണം എന്ന് പറയുന്നത്, ഇവിടെ ഒരു 10 രൂപയ്ക്ക് നിങ്ങൾ ചായ വിൽക്കണോ അതോ ഇതേ ചായ നിങ്ങൾക്ക് 60 രൂപയ്ക്ക് വിൽക്കണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്നാൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, തായ്ലൻഡിൽ പോകാൻ വളരെ കൂടുതൽ ചിലവ് വരില്ലേ, അവിടെ ബിസിനസ് തുടങ്ങാൻ വളരെ ചിലവ് വരില്ലേ, ഡോക്യുമെൻറ്റേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ എന്നുള്ളതൊക്കെ. പക്ഷെ വളരെ കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനാണ് തായ്ലൻഡിലുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ വളരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയും അവിടെയുണ്ട്. ഇന്ത്യക്കാർക്ക് നല്ല പ്രിവിലേജ് ഉള്ള ഒരു സ്ഥലമാണ് തായ്ലൻഡ്. ബിസിനസ്സുകാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ ടൂറിസ്റ്റിൻ്റെ വളരെ കൂടുതൽ പെർസെൻറ്റേജ് ഇന്ത്യക്കാരാണ്. ഒരു ബാംഗ്ലൂരിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാൾ ചിലവ് കുറവാണ് നിങ്ങൾ ബാങ്കോക്കിൽ അല്ലെങ്കിൽ തായ്ലൻഡിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് തായ്ലൻഡിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ തിരിച്ച് നിങ്ങളെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ഇന്ന്